യുകെയിലേക്ക് വരുന്നതിന് മുമ്പ് അതിനുള്ള ആദ്യത്തെ ചോദ്യം എപ്പോഴാണ് PR കിട്ടുക എന്നുള്ളതാണ്. ഏറ്റവും സമ്പന്നരായ ബിസിനസ്സുകാർ, മലയാളി ബിസിനസ്സുകാരൊക്കെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നവരാണ്. IELTS 7 മുകളിലുള്ള ഒരു ശരാശരി നേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ IAS-കാരെക്കാളും പ്രിവിലേജ്ഡാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ മിടുക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ പറയുന്ന നിങ്ങൾ എവിടം വരെ എത്തുന്നു എന്നുള്ളത്. ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് പിന്നീട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വരാറുണ്ടോ? ഏജന്റിന്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി എന്ന് പറയുന്ന ഒരാളോട് എനിക്ക് കാര്യമായ സിമ്പതി ഇല്ല. ബാബുവിന് ഞാൻ എൻ്റെ മാരുതി 800 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നോക്കിയാൽ ഈ പറയുന്ന ബാബു അത് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ബാബുവിൻ്റെ കൂടെ പ്രശ്നമുണ്ട് അതിനകത്ത്. ഈ മൈഗ്രേഷനെ പലപ്പോഴും നമ്മൾ ഇക്കണോമിക്സ് കൊണ്ട് മാത്രം, ഗൾഫിൻ്റെ ഹാങ് ഓവർ കൊണ്ട് പറയുന്നതാണ്. നമ്മളതിനെ ഇക്കണോമിക്സ് കൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല, അതിനെ സോഷ്യലായിട്ട് തന്നെ കാണേണ്ടി വരും. ആരെത്ര കൺഡ്യൂസീവായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്താലും ആളുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് കേരളത്തിലെ മിക്ക വീടുകളുടെയും സ്വപ്നം ഒരു വിദേശ വിസയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മാറി യൂറോപ്പിലേക്കും വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കും വളരുകയാണ് ന്യൂ ജനറേഷൻ എക്സോഡസ്. ഈ കുടിയേറ്റ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ കാരണമെന്താണ്? മറുകര തേടുന്നവരുടെ സ്വപ്നതുല്യമായ ജീവിതം റീലാണോ റിയലാണോ? മറുപടിയുമായി 2 പതിറ്റാണ്ട് മുമ്പ് മൈഗ്രന്റായി ലണ്ടനിലെത്തി ഇന്ന് കുടിയേറ്റ പ്രശ്നങ്ങൾക്ക് നിയമപരിഹാരമേകുന്ന സോളിസിറ്ററായി മാറിയ സന്ദീപ് ആർ പണിക്കർ. കുട്ടികൾ സാധാരണ ഒരു വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് പഠിക്കുന്ന കാലം കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. പിന്നീട് ജോബ് വിസയിലോട്ട് മാറാം. അങ്ങനെ ജോബ് വിസ കിട്ടി അതിനുശേഷം അവിടുത്തെ പെർമനന്റ് വിസ PR അടക്കം എടുക്കാം. അങ്ങനൊരു ദീർഘകാല പദ്ധതിയിലാണ് കുട്ടികൾ പോകുന്നത്. ഇതിനൊരു സാമ്പത്തിക മോഡൽ എന്താണ്? അപ്പം യുകെയിലേക്ക് വരുന്നതിന് മുമ്പ് അതിനുള്ള ആദ്യത്തെ ചോദ്യം എപ്പോഴാണ് PR കിട്ടുക എന്നുള്ളതാണ്. ഈ PR എന്നുള്ളത് മാറ്റി വെച്ചു. അത് ഈ പറയുന്ന എല്ലാവർക്കും ഈ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ ഒരു സ്ഥിതി. പക്ഷേ ഈ പഠിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന 3 കൂട്ടരെയും പഠിക്കാൻ വരുന്ന തൽക്കാലം കരുതുക. ഈ 3 കൂട്ടർ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഉദാഹരണം, ഞാൻ ഇവിടുത്തെ HSBC ബാങ്കിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. എനിക്കൊരു MBAയുടെ കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു വിദേശ MBAയുടെ കുറവുണ്ട്. ഞാൻ അവിടെ വന്നൊരു MBA എടുക്കുന്നു. എന്നെ സംബന്ധിച്ച് ആ ഡിഗ്രി മാത്രം മതി. ഒരു നല്ല, ഇപ്പോൾ ലീഡ്സ് പോലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിവർപൂളിലോ ബ്രുണലിലോ ഞാൻ MBA എടുക്കുന്നു. അതിന് 25,000 പൗണ്ട് 25,000 പൗണ്ട് എനിക്ക് പ്രശ്നമില്ല. കാരണം അത് കഴിഞ്ഞ് തിരിച്ച് വന്നാൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വൈസ് പ്രസിഡന്റ് പോസ്റ്റിൽ നിന്ന് ഞാൻ സീനിയർ വൈസ് പ്രസിഡന്റിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടും. അവർക്ക് ഡിഗ്രി മാത്രമേ നോക്കിയാൽ മതി. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം കൂടി സ്റ്റേ ബാക്ക് ചെയ്തിട്ട് ആ സമയത്ത് അവർ എന്താണോ പഠിച്ചത് അതിനോട് യോജിച്ച ഒരു ജോലിയിലേക്ക് അവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നവർ. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. എനിക്ക് അവിടെ ചെന്നിട്ട് മറ്റു ജോലി ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഡെൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടിയാൽ ഞാൻ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ തിരിച്ചു പോരുന്നവരുണ്ട്. 3ാമത്തെ കൂട്ടരാണ് ഈ ബാബു പറഞ്ഞ ഈ സ്റ്റുഡൻറ്റ് വിസയുടെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ILR ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതിലൊരു വലിയ വിഭാഗത്തിന് തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ഈ 2024 മാർച്ച് മാസം മുതൽ വന്നിരിക്കുന്ന റിസഷൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഭയങ്കരമായ സ്വിച്ചിങ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു 2021 ടു നിയർലി 24 ഏപ്രിൽ വരെ ഈ ജോബ് ഹണ്ടിനായി മാത്രം വന്ന കുട്ടികളുണ്ട്. അതായത് വന്നിപ്പോൾ ഒരു സെപ്റ്റംബർ ഇൻടേക്കിന് യുകെയിലേക്ക് വന്നാൽ ഈ സെപ്റ്റംബർ ഇൻടേക്കിന് വരുന്നു, ഒക്ടോബറിൽ തന്നെ സ്വിച്ച് ചെയ്യുമായിരുന്നു. അതിനിപ്പോൾ മാറ്റം വന്നു. കാരണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോഴ്സ് പാസ്സാവണമെന്നില്ല, കംപ്ലീറ്റ് ചെയ്യാത്തടത്തോളം കാലം ഒരാൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമം വന്നു. അപ്പം ആ നിയമം വരുന്നത് വരെ അങ്ങനെ വന്നിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. യുകെയിലേക്ക് വരുന്നത് ഈ പറയുന്ന അതിന് വേറെ പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ, അത് പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതാണെങ്കിലും ഈ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫീസ് 15,000 പൗണ്ട് ആണെങ്കിൽ ഞാൻ 3,000 പൗണ്ട് പാർട്ട് പേയ്മെൻറ്റ് മാത്രം കൊടുത്താണ് വരുന്നത്. ആ 3,000 പൗണ്ട് പാർട്ട് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ച്. കാരണം ആ 3,000 പൗണ്ട് പാർട്ട് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യും. കാരണം ഈ ഒരു 7,000 പൗണ്ട് ഫീസുള്ള യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താലും ഞാൻ 15,000 പൗണ്ട് ഫീസ് അടയ്ക്കേണ്ട യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താൽ ഞാൻ 3,000 പൗണ്ട് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 3,000 പൗണ്ട് കൊടുത്തു വരും. അങ്ങനെ വന്ന ആളുകൾ പലപ്പോഴും ഈ പറയുന്ന കൂട്ടത്തോടെ വന്നിട്ട് ജോലി തപ്പിപ്പോയിട്ട് ഈ പറയുന്ന കോഴ്സുകൾ തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഈ പറയുന്ന വേറൊരു വശം പറയുന്നത്, അങ്ങനെ ഇപ്പോൾ 25 പേര് ഒരുമിച്ച് കോഴ്സ് മാറിയിട്ട് വർക്ക് പെർമിറ്റിലേക്ക് പോയാൽ ഞാൻ പഠിക്കാൻ വന്നതാണെന്ന് ഇരുത്തിക്കോളൂ. 24 പേരും എൻ്റെ ക്ലാസ്സിൽ നിന്ന് മാറിപ്പോയാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് യൂണിവേഴ്സിറ്റികൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്വിച്ചിങ് എന്ന് വെച്ചത്. ബാബുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്, പക്ഷേ അത് ഒരു 2024 മാർച്ച് മാസത്തിന് ശേഷം പ്രസക്തമല്ല. നമ്മുടെ നാട്ടിൽ പലരും വീട് പണയം വെച്ചോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ലോൺ എടുത്തോ ഒക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇതിന്റെ ഒരു റിക്കവറി പീരീഡ് എന്താ? ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ബേസിക്കലി? ആ ഇൻവെസ്റ്റ്മെന്റ് അത് ഈ പറയുന്ന തിരിച്ചു പിടിക്കാവുന്ന ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഇതിനകത്ത് 2 തരം നറേറ്റീവ് ഉണ്ട്. ഒന്ന്, പലപ്പോഴും ഏജൻസികൾ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എന്നോട് പറയുന്നത് നിങ്ങൾ പൊക്കോ, അവിടെ ചെല്ലുന്നു വർക്ക് പെർമിറ്റ് കിട്ടുന്നു, അങ്ങനെയാണ് പറയുന്നത്. ആ പറഞ്ഞത് ശരിയല്ല.
രണ്ടാമത് ഈ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് വരികയോ വേണ്ട, നിങ്ങൾക്ക് ദുരിതപൂർണ്ണമാണെന്ന് പറയുന്ന ഒരു UK നിന്നിട്ട് ആളുകൾ പറയും. അത് ഈ രണ്ട് നറേറ്റീവും ശരിയല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഒന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എൻ്റെ ബോധ്യമാണ്. രണ്ട് ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായമായിട്ട് തന്നെ പറയാം. ഞാൻ അതിനെ ഫാക്റ്റ് കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് അവിടെ നമുക്ക് മിനിമം വേജസ് എന്ന് പറയുന്നത് 12-21 കിട്ടണം. എൻ്റെ ഫീസ് എന്ന് പറയുന്നത് 13,000 പൗണ്ടാണെന്ന് സങ്കല്പിക്കാം. 13,000 പൗണ്ടാണ് ഞാൻ ഈ പഠിക്കാൻ പോകുന്നത് കവൻട്രി യൂണിവേഴ്സിറ്റിയിലാണെന്ന് കരുതുക. അപ്പോൾ കൺട്രി അത്രയേറെ എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ടൗണാണ്. എനിക്ക് 12-21 വെച്ച് മണിക്കൂറിന് കിട്ടിയാൽ ഏറെക്കുറെ 1000-ഓളം പൗണ്ട് എനിക്കൊരു മാസം കിട്ടും. എങ്ങനെ പോയാലും കിട്ടും. 12-21 ഗുണം 20 എന്ന് പറയുന്നത് 240 ഗുണം 980 പൗണ്ടോളം കിട്ടും. 20 മണിക്കൂർ ഞാൻ സ്ട്രിക്റ്റായി പണിയെടുക്കുകയേ പാടുള്ളൂ. 20 മണി അവിടെ ഈ പറയുന്ന നമുക്ക് ജോലി എടുക്കാം. എങ്ങനെ എടുക്കാം? 20 മണിക്കൂർ നമുക്ക് കോഴ്സുള്ള സമയത്തും 20 മണിക്കൂർ നമ്മുടെ അവധിക്കാലത്തും. നമ്മുടെ അവിടുത്തെ അവധിക്കാലം കൺസിഡറബിളി ഈ പറയുന്ന ദൈർഘ്യമുള്ളതുമാണ്. ഒരു 4-5 മാസത്തെ, ഒരു ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയൊക്കെയാണ് ഈ പറയുന്ന ഹോളിഡേ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ക്രിസ്മസ് സമയത്തും ഒക്കെ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഫുൾ ടൈം വർക്ക് ചെയ്യാത്ത കാലത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാനും കഴിയും. ഒരു അല്പസ്വല്പം നമ്മുടെ ഈ പറയുന്ന ആഘോഷങ്ങൾ നടക്കുമെന്ന് കരുതിക്കോളും. പിന്നീട് ഈ പറയുന്ന 3-4 മാസത്തെ അവധിക്കാലത്ത് നമുക്ക് ഈ പറയുന്ന 1000 പൗണ്ട് 2000 പൗണ്ട് കിട്ടുന്നു. ഓൾറെഡി നമ്മളൊരു 900 പൗണ്ട് 600 പൗണ്ട് ജീവിക്കാമെന്ന് നമ്മൾ കാണിച്ചു കഴിഞ്ഞു. പിന്നെ കിട്ടുന്ന ആ 3 മാസം കിട്ടുന്ന 1000-1200 പൗണ്ട് എക്സ്ട്രാ എന്ന് പറയുന്നത് ലാഭം തന്നെയാണ്. അങ്ങനെ ഒരു 3000 പൗണ്ട് 4000 പൗണ്ട് നമുക്ക് ആ സമയത്ത് സേവ് ചെയ്യാനും പറ്റുന്നു. അങ്ങനെ സേവ് ചെയ്യുന്നത് കൊണ്ട് ഓഫ് കോഴ്സ് നമ്മുടെ 13,000-ന് എൻ്റെ ലോണിൻ്റെ തിരിച്ചടവാകുന്നില്ലെന്ന് വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് കിട്ടുന്ന 2 വർഷക്കാലമുണ്ട്. ആ 2 വർഷക്കാലം നിങ്ങൾക്ക് 2000 പൗണ്ട് 2500 പൗണ്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഒരു 13-14,000 പൗണ്ട് ഈ പറയുന്ന ഫീസും മറ്റ് വിമാന ടിക്കറ്റും അവിടെ ചെന്ന് ഒരു വീടെടുക്കാനുള്ള ചിലവൊക്കെ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു 10-25,000 പൗണ്ട് നമുക്ക് ഈ 2.5 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നെറ്റായിട്ട് എനിക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും പിന്നീടൊരു 10,000 പൗണ്ടിൻ്റെ സേവിങ്സും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതെവിടെയാണ് തെറ്റുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും കുട്ടികൾ വന്ന പാടെ തന്നെ ഈ ലോൺ തിരിച്ചടയ്ക്കുന്ന ടെൻഷനിലേക്ക് പോകും. അത് ഒരുപാട് പേര് ജെന്യൂനായി ചെയ്യുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് പണം ഉണ്ടാക്കാനല്ല, ഈ ലോൺ അവിടെ കിടക്കുന്നത് കൊണ്ട് അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഈ ട്രാക്കിൽ നിന്ന് വിട്ടുപോകും. ട്രാക്കിൽ വിട്ടുപോകാൻ എളുപ്പമാണ്. ഞാൻ എപ്പോഴും എനിക്കറിയാവുന്ന കുട്ടികളോട് പറയും, ഇപ്പോൾ 10 മോഡ്യൂളുള്ള ഒരു ക്ലാസ്സുള്ള ഒരു മോഡ്യൂളിനെ സംബന്ധിച്ച് അതിന് 75% അറ്റൻഡൻസ് വേണമെന്ന് കരുതുക. 3 ക്ലാസ് മിസ്സായാലും ഒരുപക്ഷെ നമ്മൾ ആ കോഴ്സിൽ നിന്ന് പുറത്തു പോകും. അപ്പം ഞാൻ 3 വർഷം UK നിൽക്കാമെന്നും അതിനകത്ത് 1 വർഷക്കാലം 20 മണിക്കൂർ വർക്ക് ചെയ്യാമെന്നും പിന്നീടുള്ള 24 മാസം എനിക്ക് 40-50 മണിക്കൂർ വർക്ക് ചെയ്യാമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ. അത് 6ാമത്തെ മാസം യൂണിവേഴ്സിറ്റി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്താൽ ഈ പറയുന്ന നമ്മുടെ കണക്കൂട്ടിലെല്ലാം പൊട്ടും. ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, പണം റിക്കവർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, അത് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ട്രാക്ക് വിട്ടുപോകുന്നതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപ്പെൻഡൻറ്റ് വിസയിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ സാധാരണഗതിക്ക് അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്, ജോലി കിട്ടാൻ, വിസ കിട്ടാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ നിങ്ങളടുത്ത് വരാറുണ്ടോ? ഏറ്റവും സമ്പന്നരായ ബിസിനസ്സുകാർ, മലയാളി ബിസിനസ്സുകാരൊക്കെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നവരാണ്. അപ്പം അത്തരം അവസരങ്ങൾ ഉപയോഗിച്ചവരുണ്ട്. 10-30 വർഷമായിട്ടും ഈ പറയുന്ന വളരെ ചെറിയ ജോലികൾ ചെയ്യുകയും, ഈ പറയുന്ന ഇപ്പം ഭാര്യ വളരെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ വളരെ ചെറിയ ജോലി എടുക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുമുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ മിടുക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ പറയുന്ന നിങ്ങൾ എവിടം വരെ എത്തുന്നു എന്നുള്ളത്. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസ നമ്മൾ പൊതുവെ പറയുമ്പോൾ ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന 2 നഴ്സുമാർ, 2 ഭർത്താക്കന്മാർക്ക് 2 ഈ പറയുന്ന സ്കിൽ സെറ്റ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഫ്രസ്ട്രേഷനുള്ള ആളുകൾ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നല്ല സർക്കാർ ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഈ 2 രീതിയിൽ ഫ്രസ്ട്രേഷൻ വരാം. എനിക്കത് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസിനകത്ത് ഞാൻ ഇടപെടുമ്പോൾ അവർ പറയുന്നത് അയാൾ ഭയങ്കരമായിട്ട് അയാൾക്കറിയാം. ഞാൻ അയാളെ കാണാൻ ചെല്ലുമ്പം ഈ പറയുന്ന പ്രശ്നക്കാരനായ ഡൊമസ്റ്റിക് വയലൻസ് പെർപെട്രേറ്ററായിട്ടുള്ള ഭർത്താവ് അയാൾ പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ കുഴപ്പക്കാരനല്ല, ഞാൻ 14 മാസം എനിക്ക് ജോലി കിട്ടിയിട്ട്. അയാൾക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്ട്രേഷൻ എന്തോ കാരണത്താൽ തിരിച്ചു വരുന്നില്ല. അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന കേരളത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം അയാൾ ഖത്തറിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതിലേതോ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ എൻക്വയറി ബ്ലോക്കായി കിടക്കും. അപ്പോൾ എന്നെക്കാളും ഈ പറഞ്ഞാൽ 14 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ 2 വർഷം 3 വർഷം ഉള്ളവർക്കൊക്കെ ഈ രജിസ്ട്രേഷൻ കിട്ടും. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും, എനിക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് മറ്റുള്ളവരെ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഫ്രസ്ട്രേഷൻ എലമെൻറ്റ് കൊണ്ട് ഞാൻ തല്ലിപ്പോയതാണ്. അതെന്തോ വർത്തമാനം പറഞ്ഞ് തല്ലിപ്പോയതാണ്. തല്ലാമെന്നുള്ള ചോദ്യം വേറെ കാര്യം, അതല്ല ചോദ്യം. ഞാൻ പറയുന്നത് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആളുകളുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
അവിടെ അവസരങ്ങൾ ഉപയോഗിക്കുകയും അതിനകത്ത് നിന്ന് തന്നെ ഏറ്റവും സമ്പന്നർ എന്ന് പറയുമ്പോൾ വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തവരും ഒക്കെ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നവരാണ്. കാര്യം അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറഞ്ഞത് ഒരു ഇരുതര മൂർച്ചയുള്ള വാളാണ്. ഒന്ന്, മെയിൻ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസർ എന്ന് പറയുന്ന സ്പൗസ്, അവരെ സംബന്ധിച്ച് അവർ ഏത് ജോലിക്കാണോ അവർക്ക് വർക്ക് പെർമിറ്റ് കൊടുത്താൽ ആ ജോലി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മറ്റേ ആളെ സംബന്ധിച്ച് അയാൾ സർവ്വസ്വതന്ത്രനാണ്. അയാൾക്ക് ഈ പറയുന്ന ടാക്സി ഓടിക്കാം, നിങ്ങൾക്കൊരു ബിസിനസ് മാഗ്നറ്റ് ആവാം, ജോലി എടുക്കാതെ കുഞ്ഞിനെ നോക്കി വിട്ടിരിക്കാം. അതിനകത്ത് ഓരോ ആളുകളുടെയും സ്കിൽ സെറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങൾ എവിടെ എത്തുന്നു എന്നുള്ളത്. അതിൻ്റെ ഫ്രസ്ട്രേഷൻ ലെവലും തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ കോമ്പറ്റൻസിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് പിന്നീട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വരാറുണ്ടോ? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇനി ഏജൻറ്റിൻ്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി എന്ന് പറയുന്ന ഒരാളോടും എനിക്ക് കാര്യമായ സിമ്പതി ഇല്ല. കാരണം ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് വരെ ഇത് ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ്. ഇതെപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. പണ്ടത്തെ പോലെയല്ല, ഏതൊരു വിദ്യാർത്ഥിക്കും അയാളുടെ ഈ പറയുന്ന ക്ലാസ്മേറ്റോ അയാളുടെ സീനിയറോ ജൂനിയറോ അമ്മാവൻ്റെ മകനോ ചിറ്റപ്പൻ്റെ മകനോ ബന്ധത്തിൽപ്പെട്ടവരോ അയൽക്കാരുമായിട്ട് ആരെങ്കിലും ഒരാൾ ആ ഭാഗത്തുണ്ടാവും. അപ്പം ക്രോസ് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മളീ പറയുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. ഒരാൾ ഇപ്പം ബാബുവിന് ഞാൻ എൻ്റെ മാരുതി 800 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നോക്കിയാൽ ഈ പറയുന്ന ബാബു അത് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ബാബുവിൻ്റെ കൂടെ പ്രശ്നമുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ ഈ പൊതുവെ എപ്പോഴും ചതിക്കപ്പെടുകയോ അബദ്ധത്തിൽ പെടുകയോ ചെയ്യുമ്പോൾ ആദ്യം ഇവർ വെക്കുന്നത് ഈ പറഞ്ഞ തന്നെ ഏജൻറ്റ് ചതിച്ചെന്നുള്ളതാണ്. ഏജൻറ്റുമാർ ചതിക്കുന്നത് വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഏജൻറ്റ് ചതിക്കുന്നതല്ല. ഈ പറയുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. 2, സ്റ്റുഡൻറ്റ് വിസയുടെ എൻ്റെ ധാരണ പ്രകാരം എൻ്റെ അറിവ് പ്രകാരം ഒരു ഏജൻസിയും വിദ്യാർത്ഥികളുടെ നിന്ന് പണം വാങ്ങുന്നില്ല. ഒരു വിദ്യാർത്ഥിയെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ശതമാനം, അതിൻ്റെ ഒരു 10% 20% മറ്റോ അവിടെ നിന്ന് കിട്ടുന്ന കമ്മീഷനാണത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി എന്താണെന്ന് അറിയാനും ക്രോസ് ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയില്ലായിരുന്നു ഇത് യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ ലോൺ എടുത്തും ബുദ്ധിമുട്ടിയൊക്കെ 10-15 ലക്ഷം രൂപയ്ക്ക് ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങളൊരു ബേസിക് ആയ ചെക്കും കൂടെ ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ അതിന് സിമ്പതി കൊണ്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുന്ന് പോകുന്ന പലരും തൽക്കാലത്തേക്കാണെങ്കിൽ പോലും ജോലി ചെയ്യുന്നത് നഴ്സിംഗ് അല്ലെങ്കിൽ കെയറർ ജോലികളിലേക്കാണ് അല്ലേ? ആദ്യമായിട്ട് പോകുന്ന അവിടോട്ടാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ടോ? കെയർ സെക്ടറിലുണ്ട്. നഴ്സിംഗ് സെക്ടറിലില്ല. നഴ്സിംഗ് സെക്ടർ സംബന്ധിച്ചും ഇതൊരു വളരെ ഡൈനാമിക് ആയ ഒരു അവസ്ഥയാണ്. നമുക്ക് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പം ഉദാഹരണം ഞാൻ എപ്പോഴും ആളോട് പറയാറുണ്ട്, ഈ IELTS 7 മുകളിലുള്ള ഒരു ശരാശരി നേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ IAS-കാരെക്കാളും പ്രിവിലേജ്ഡാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോ ന്യൂസിലാൻഡിലോ കാനഡയിലോ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോകാം. ഒരു വളരെ അടുത്ത കാലം ഒരു 3-4 വർഷം മുമ്പ് വരെ ബാബു എന്നോട് പറയാണ്, സന്ദീപ് എൻ്റെ ഒരു ബന്ധുവുണ്ട് IELTS 7 പാസ്സായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കൊത്തിക്കൊണ്ട് പോകാൻ ആളുണ്ട്. ഇനി അവരുടെ പേര് ഞാൻ പറഞ്ഞു കൊടുത്താൽ എനിക്ക് ഈ നഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ നഴ്സിംഗ് ഏജൻസിയോ എനിക്ക് കമ്മീഷൻ തരുമായിരുന്നു. അതുപോലെ ആളുകളെ ഓടിച്ച് ചാക്കിട്ട് പിടിച്ചിട്ടായിരുന്നു. ഇപ്പോൾ അത് സാച്ചുറേറ്റഡ് ആയി. നാളെ ഇത് വീണ്ടും ഇതേ സൈക്കിൾ വരാം. കെയർമാരുടെ കാര്യത്തിൽ ഇതുപോലെയാണ്. ഇതൊരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറിയാണ്. ചൂഷണം വരുന്നത് എപ്പോഴും എങ്ങനെയാണ്, ആർക്കാരെ ആവശ്യം എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. നഴ്സുമാരെ സംബന്ധിച്ച് നഴ്സുമാരെ ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. ഇപ്പോൾ പ്ലാബ് എഴുതി പാസ്സായ ഡോക്ടർമാർക്ക് പോലും ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല. കെയർമാരെ സംബന്ധിച്ചും കെയർക്ക് ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നിന്നും മറ്റും ആളുടെ പറ്റിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ഈ പറയുന്ന നമ്മുടെ ഗഫൂർക്ക കാലിഫോർണിയക്ക് പോകുന്ന ഉരുവ കയറ്റി മദ്രാസ് ഇറങ്ങി നീന്തിക്കുമെന്ന് പറയുന്നത് പോലെ ഏറെക്കുറെ അവിടെ വലിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് അറിയുന്നത് ജോലിയില്ല. പക്ഷേ ഇപ്പം പലരും ഈ പറയുന്ന കുടുംബം ഇപ്പോൾ ഇവിടെ ജോലിയുള്ളവർ ജോലി വേണ്ടെന്ന് വെച്ചും ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവിടെ വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്ക് ജോലിയില്ല എന്നുള്ളത്. അപ്പോൾ ആ കൊടുത്ത 15 ലക്ഷം രൂപ പോയിട്ടുണ്ടാവും. പിന്നീട് അവിടെ നിന്നുകൊണ്ട് പുതിയൊരു ജോലി കണ്ടുപിടിക്കണം. അതിനൊക്കെ മാത്രമല്ല, അവിടെ ചെല്ലുന്ന ജോലിയില്ലെന്ന് അറിയാൻ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ സ്പോൺസർഷിപ്പ് ഇത് പൊതുവേ ബോഗസ് കമ്പനികളായിരിക്കും അവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന കമ്പനിയുടെ ലൈസൻസ് പോവുകയും മറ്റും ചെയ്താൽ പിന്നീട് കിട്ടുന്ന 60 ദിവസമാണ്. അപ്പം നമ്മൾ ഈ റേസ് അഗൻസ്റ്റ് ടൈം ഉണ്ടാവും. 10-60 ദിവസത്തിനുള്ളിൽ ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒന്നേന്ന് തിരിച്ചു വരേണ്ടി വരും. പിന്നെ ഈ പറ്റിക്കപ്പെടുന്നതിൻ്റെ ട്രോമ, അതിപ്പോൾ 1 രൂപയാണെങ്കിലും 10 ലക്ഷം രൂപയാണെങ്കിലും 50 ലക്ഷം രൂപയാണെങ്കിലും ട്രോമ തന്നെയാണ്. അങ്ങനെ ഈ ചെവിക്കകത്ത് വെള്ളം പോകുമ്പോൾ വീണ്ടും അത് കളയാൻ വേണ്ടിയിട്ട് ഒഴിച്ച് ഒരുപാട് പൈസ കളഞ്ഞവരുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഏജ് ഗ്രൂപ്പിന് ശേഷം പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ പൊരുതിയെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. പോസ്റ്റ് കോവിഡ് ഞാൻ കണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഒരു 40-45 വയസ്സിൽ ജീവിതത്തിൽ എവിടെയോ എത്തിയതിന് ശേഷം ഈ പറയുന്ന മൈഗ്രേറ്റ് ചെയ്തവരാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു അബദ്ധം പറ്റി അവർക്ക് വീണ്ടും ഈ പറയുന്ന ജീവിതം തിരിച്ചു പിടിക്കാനുള്ള സമയവും കാലമൊക്കെ ഉണ്ട്. UK ചെന്നിട്ട് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൊന്ന്, നമ്മൾ ആദ്യം ചെന്ന് ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മോശം കമ്പനിയിലായിരിക്കാം. അവിടെ നിന്ന് നമ്മൾ കമ്പനി മാറി വേറെ കമ്പനിയിലോട്ട് ജോലി കിട്ടി മാറാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിസ രേഖകൾ സമയത്തിന് കിട്ടാത്തതുകൊണ്ട്
അവിടുത്തെ ഒരു നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസ് പോലും മാറുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബുവിന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം യു കെയിൽ. ഇസ്രിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പോലെയാണ്. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങാനേക്കാൾ എളുപ്പമാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. നമ്മൾ ഈ വർത്തമാനം പറഞ്ഞാൽ ഞാൻ ഫോണിൽ നോക്കി കുത്തിയാൽ എനിക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഏറെക്കുറെ ഈ പറയുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കൊരു കമ്പനി ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിലല്ല കാര്യം. ഈ കമ്പനിക്ക് ഇപ്പം എൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ജോലികളൊന്നും ഈ കമ്പനിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാനുള്ള ലൈസൻസ് എടുത്ത് കൊടുക്കലാണ്. അങ്ങനെ സ്പോൺസർ മാനേജ്മെൻറ്റ് ലൈസൻസ് എന്ന് പറയും. ആ ലൈസൻസ് കിട്ടിയാൽ വീണ്ടും എണ്ണം പറഞ്ഞ് എനിക്കിത് ഈ 10 പേരെ വേണം എന്ന് പറയുമ്പോൾ 10 പേർക്കുള്ള അലൊക്കേഷൻ കൊടുക്കും, പെർമിഷൻ കൊടുക്കും. ആ അലൊക്കേഷൻ ചിലപ്പോൾ മൊത്തത്തിൽ ഫേക്ക് ആയിരിക്കും. ഈ കമ്പനിക്ക് ആളെ ആവശ്യമേ ഉണ്ടാവില്ല. ആളെന്നൊക്കെ തലയെണ്ണി പൈസ വാങ്ങാൻ വേണ്ടി മാത്രമാണ് പലപ്പോഴും ഈ അലൊക്കേഷൻ എടുക്കുന്നത്. അങ്ങനെ അലൊക്കേഷൻ എടുത്ത് വന്നു കഴിയുമ്പോഴാണ് പലപ്പോഴും ഇവരറിയുന്നത് ഈ ജോലിയില്ല. അപ്പോൾ ഈ ഏജൻറ്റ് പറയും നിങ്ങളെ അങ്ങ് യു കെയിൽ എത്തിച്ചില്ലേ, അതിൻ്റെ ഫീസാണെന്ന് പറയും. അപ്പം അങ്ങനെ എത്തിപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞത് ഏതെങ്കിലും സമയത്ത് പിടിക്കും. ഏതെങ്കിലും ഒരു ആദ്യത്തെ ഇൻസ്പെക്ഷനിലോ ഒക്കെ ഹോം ഓഫീസ് അത് മനസ്സിലാകുമ്പോൾ ഹോം ഓഫീസ് എന്ത് ചെയ്യും? ഹോം ഓഫീസ് ഈ കമ്പനിയുടെ ലൈസൻസ് കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിൽ എനിക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു ജോലി കണ്ടുപിടിക്കണം. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം വീണ്ടും ഇതിനകത്ത് പൈസ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ അത് പ്രശ്നമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 22 ജൂലൈ 2025, അതിന് മുമ്പ് 9 ഏപ്രിൽ 2025, ഈ 2 ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം വരുത്തി. ഇനി ഒരാൾക്ക്, ഞാൻ കെയർമാരെ കുറിച്ചാണ് പറയുന്നത്, ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കെയർമാരാണ്. ഇനി ഒരാൾക്ക് കെയറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരുപാട് നിബന്ധനകളുണ്ട്. അതിനകത്ത് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കെയർ വിസയിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം മറ്റു പല റൂട്ടുകളും അവർ ക്ലോസ് ഡൗൺ ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കെയർ ഹോമിനെ സംബന്ധിച്ച് ഒരാളെ എടുക്കുക എന്ന് പറയുന്നത്, മറ്റൊരു സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആളെ എടുക്കുക എന്നുള്ളത് എളുപ്പമാണ്. ഇപ്പോൾ എനിക്ക് ജോലിയില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞത് എന്നെ മറ്റൊരു കമ്പനിക്ക് എടുക്കാൻ എളുപ്പമാണ്. കാരണം മറ്റു കമ്പനികൾക്ക് മറ്റു പല റൂട്ടിലും എടുക്കാമായിരുന്ന ഓപ്ഷൻസ് ഹോം ഓഫീസ് ക്ലോസ് ചെയ്തു. കാരണം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എത്രയോ ഈ പറയുന്ന ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ട് വന്നെന്നും അങ്ങനെ വന്ന ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മറ്റ് മാർഗ്ഗങ്ങളെല്ലാം ക്ലോസ് ചെയ്തത്. അപ്പം അവരെ ഒന്ന് റീഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഡിസ്പ്ലേസ്ഡ് വർക്കേഴ്സ് പൂൾ, ഇത് ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്ത പ്രശ്നം. ബാബുവിൻ്റെ ഈ ചോദ്യം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തൊരു പ്രശ്നമാണ്. കാരണം അത് BBC ഈ പറയുന്ന പനോരമയ്ക്കകത്ത് വന്നു, ഈ പറയുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് വന്നു. ഈ പറയുന്ന ചതിക്കപ്പെട്ട ആളുകളുടെ ഒരു വലിയ ലിസ്റ്റ്, അതിൻ്റെ പരാതികൾ, അതിനകത്ത് തന്നെ മോഡേൺ ഡേ സ്ലേവറി ഇൻവോൾവ് ആയിരുന്നു. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വിഷയം തിരിച്ചറിയുകയും ഒരു ഡിസ്പ്ലേസ്ഡ് വർക്കേഴ്സ് പൂൾ ഉണ്ടാക്കുകയും ഞാൻ ഈ പറഞ്ഞ പുതിയൊരു മാറ്റം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയേറെ ആളുകൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ റീഡിപ്ലോയിഡ് ആയിട്ട് വരുന്നുണ്ട്. ചതിക്കപ്പെട്ടവരുണ്ട്. അത് ഈ മലയാളികളെക്കാളും കൂടുതൽ അത് സംഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്. അത് ലേഗോസിൽ നിന്നും ഘാനയിൽ നിന്നുമൊക്കെ ഇത് വലിയ ഈ റാക്കറ്റുകൾ ആളുകളെ കൊണ്ടുവരികയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവരികയും വന്നു കഴിഞ്ഞിട്ട് ജോലിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വിച്ച് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പുതിയ മാറ്റം അനുസരിച്ച് അതിനകത്ത് എന്താ പറയുക, ഒരു സ്പീഡപ്പായിട്ട് അവർക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഈ UK ഗവൺമെന്റ് ഇപ്പം ഈയിടെയായിട്ട് ശമ്പളത്തിന്റെ പരിധി കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പം മുമ്പൊക്കെ എത്തിയിരുന്ന ആ സാലറിയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ വിസ നഷ്ടപ്പെടുമോ എന്ന് പോലുള്ള ഭീതിയുള്ള കാലം. അതിൻ്റെയൊക്കെ റിയാലിറ്റി എന്താ? ഇല്ല, കാരണം ഇത് റെട്രോസ്പെക്റ്റീവായ എഫക്റ്റ് നിലവിലില്ല. ഉദാഹരണം, ഇപ്പം 22 ജൂലൈ ക്രൂഷ്യലായിരുന്നു. 22 ജൂലൈക്ക് ശേഷം ഇവരെന്ത് പറ്റും? എങ്ങനെയാണ് ഒരാൾക്ക് ഈ പറയുന്ന ജോലി കിട്ടുക അല്ലെങ്കിൽ ഭാര്യ മക്കളെയും കൊണ്ടുവരാന്ന് വെച്ചാൽ എലിജിബിൾ ഒക്യുപ്പേഷൻ ഉണ്ടാവും. അത് ഈ പറയുന്നവർ കാറ്റഗറൈസ് ചെയ്യും. ഇതൊക്കെ എലിജിബിൾ ഒക്യുപ്പേഷനിൽ വരും, ഇത് എലിജിബിൾ ഒക്യുപ്പേഷൻ അല്ലാന്ന് കരുതുക. ബാബു അവിടേക്ക് വരുമ്പം ബാബു എലിജിബിൾ ഒക്യുപ്പേഷനിലായിരുന്നു എന്ന് കരുതുക. നാളെ ഒരു കാരണത്താൽ ഇത് എലിജിബിൾ ഒക്യുപ്പേഷനിൽ നിന്ന് പോയാലും അതിനൊരു റിവോൾവിംഗ് ഡോർ തിയറി എന്ന് മറ്റാണ് ലോയിൽ പറയുക. നിങ്ങൾക്ക് ഒരു ഡോറിലൂടെ കിട്ടിയ ഒരു റൈറ്റിനെ മറ്റൊരു ഡോറിലൂടെ പോവില്ല. അപ്പോൾ ഈ കട്ട് ഓഫ് വെച്ചിട്ട് പറയും 22 ജൂലൈ 2025 ശേഷം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ കോൾ വരും, സാറേ എൻ്റെ ജോലി ഈ ലിസ്റ്റിൽ നിന്ന് പോയി. അപ്പം നിങ്ങളുടെ ജോലി ആ ലിസ്റ്റിൽ നിന്ന് പോയി നിങ്ങളെ ബാധിക്കില്ല. എന്താണ്? നിങ്ങൾക്ക് അതിന് മുമ്പ് അത് കിട്ടിയതുകൊണ്ട്. അപ്പോൾ കിട്ടിയ ഒരു റൈറ്റ് ഇനി മേലിൽ നമ്മൾ ആർക്കും പട്ടയം കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നിലവിൽ പട്ടയം കിട്ടിയ ആളുടെ പട്ടയം തിരിച്ചു പിടിക്കുക എന്നല്ല. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിൽ നിൽക്കുന്ന ആളുകൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറയുന്ന ഒരുപാട് യൂട്യൂബർമാരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകളും ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നിടത്തു നിന്നാണ് നമുക്കൊക്കെ ഫോൺ കൊടുക്കും. ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ലീഗൽ അഡ്വൈസിനേക്കാളും കൂടുതൽ ചെയ്യുന്ന റീഅഷ്വറൻസ് തന്നെയാണ്. നിങ്ങളെ ബാധിക്കുന്നതേ ഇല്ല ഈ മാറ്റങ്ങളൊന്നും തന്നെ. ഇവിടെ UK ഇപ്പം കണ്ടുവരുന്ന ട്രെൻഡ് അസൈലം ഹോട്ടൽസ് അസൈലംസ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിനെന്താണ് കാരണമാകുന്നത്? ബാബുവിൻ്റെ ചോദ്യത്തിൽ തന്നെ ഞാനത് ഫോർമുലേറ്റ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷത്തെക്കുറിച്ചാണ്. ഒരു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ തദ്ദേശീയരും അല്ലാത്തവരും തമ്മിലുള്ള ഒരു സംഘർഷം. ആ സംഘർഷത്തെ വളരെ പ്രോഗ്രസീവായ ഒരു ആംഗിളിലാണ് നോക്കിക്കാണുന്നതെങ്കിൽ ഒരു വലതുപക്ഷ ഹേറ്റഡ് എന്ന് കാണാൻ കഴിയും.
നമുക്ക് പക്ഷേ വലതുപക്ഷം ഹേറ്റഡ് എന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കുന്നതിന് പോലെ ആ ഹേറ്റഡ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് ഈ ഹേറ്റഡ് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഒരു വലിയ വിഭാഗം സാധാരണക്കാർക്ക് എന്നോട് ഇന്നലെ വരെ പിണക്കമില്ലാത്ത ആൾക്ക് എന്നോട് പിണക്കം തോന്നുന്നുണ്ടെങ്കിൽ ആ പിണക്കം തോന്നാനുള്ള റൂട്ട് കോസ് ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. അതിലൊന്ന് ഇംഗ്ലീഷ് സിനിമയിലടക്കം നമ്മൾ കണ്ടിരിക്കുന്നത് വെള്ളക്കാരെല്ലാം സമ്പന്നരാണെന്നൊരു ധാരണ പറഞ്ഞത് അല്ല. അവിടെ വളരെ ഈ പറഞ്ഞ ടോയ്ലറ്റ് ജീവിക്കുന്ന ഈ പറയുന്ന ഈ മൈഗ്രൻസിനേക്കാൾ പിന്നെ ഇപ്പം ഒരു മൈഗ്രൻ്റ് അവിടെ ചെന്ന് 2-3 മാസം കൊണ്ട് ഒരു അത്യാവശ്യം ഒന്ന് ജീവിതം കെട്ടിപ്പടുക്കുന്ന സമയത്ത് എത്ര കഷ്ടപ്പെട്ടാലും ഈ ജീവിതം മുമ്പോട്ട് പോകാത്ത പെൻഷനേഴ്സ് ഉണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും ഈ പറയുന്ന കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പാവങ്ങളുണ്ട്. അത്തരം ഇംപവറിഷ്ഡ് കോളനികൾ ഒരുപാടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ നിലവിലെ ജീവിതസ്ഥിതി അങ്ങനെ ആയിരിക്കുന്നതിൻ്റെ കാര്യം ഈ പറയുന്ന മൈഗ്രൻ്റ് ബോട്ടുകളാണെന്നൊരു ധാരണയുണ്ട്. അതിനകത്ത് ഈ ശരികളുണ്ടോ ഈ പറയുന്നൊരു ശരികളുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയുണ്ട്. എന്നാൽ അതാണോ അതിൻ്റെ നിങ്ങളുടെ ജീവിതാവസ്ഥ ഇങ്ങനെ ആയതിൻ്റെ കാരണം ഈ മൈഗ്രൻ്റ് ബോട്ടുകളാണെന്ന് വെച്ചാൽ അതുമല്ല. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ലെസ്ലി എന്ന് പറഞ്ഞാണ് ആ സ്ത്രീയുടെ പേര്. ഒരു അമ്മൂമ്മ, അന്ന് 77 വയസ്സുള്ള സ്ത്രീയാണ്. ഇവർ രാവിലെ എണീക്കും. കാരണം ഇവരുടെ എനർജി ബിൽസ് 5 ഇരട്ടിയായിട്ട് മാറി. പോസ്റ്റ് ഉക്രൈൻ വാർ അങ്ങ് സംഭവിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇവർ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് ബസ്സിൽ കയറിയിരിക്കും. ബസ് എവിടെയാണ് എത്തുന്നത് അവിടെ നിന്ന് വീണ്ടും അടുത്തടുത്തേക്ക് പോകും. കാരണം പകൽ മുഴുവൻ അവർ ആ ബസ്സിൽ ഇരുന്നിട്ടാണ് ഈ പറയുന്ന അവരെ ഈ കീപ് ഹെർസെൽഫ് വാം. ആ സ്ത്രീയുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ ഞാൻ ഈ പറയുന്ന ബോട്ട് കടന്ന് ഇവിടേക്ക് എത്തുന്നു. എന്നെ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന നേരെ ഒരു അസൈലം ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അസൈലം ഹോട്ടൽസ് എന്ന് പറയുന്നത് നമ്മുടെ ഹോളിഡേ ഇൻ ക്രൗൺ പ്ലാസ പോലെയുള്ള ഹോട്ടൽസാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ബെഡ് ലിനൻ പോലും കുടഞ്ഞു വിരിക്കേണ്ടാത്ത രീതിയിൽ എനിക്ക് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു തരുന്നു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു, എനിക്ക് ലഞ്ച് തരുന്നു, എനിക്ക് ഡിന്നർ തരുന്നു, എനിക്ക് ആഴ്ചയിൽ 70 പൗണ്ട് എനിക്ക് സിഗരറ്റ് വലിക്കാനോ ഒരു ബീർ കഴിക്കാനോ ഒക്കെ ആയിട്ടുള്ള ഒരു അലവൻസ് തരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്പർദ്ധയ്ക്കുള്ള ചില പോസിബിലിറ്റീസ് ഉണ്ട്. ലോകത്തിൽ എവിടെയും ഉണ്ടാവാവുന്നതാണ്. അതിനെ ഈ പറയുന്ന ഫാൻ ചെയ്യാനും പാകത്തിന് ഈ പറയുന്ന എക്സ്ട്രീം റൈറ്റ് വിങ് പാർട്ടികൾ ലോകത്തെല്ലായിടത്തും വന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു സത്യം എന്ന് പറയുന്നത് ഈ അസൈലം സീക്കറിൻ്റെ ഹോട്ടലിലെ താമസം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു അസൂയയുടെ ബുദ്ധിമുട്ട്, ഒരു വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് കാരണം ഇവരല്ല. അതിന് ശതമാന കണക്ക് വെച്ച് നോക്കിയാൽ 1-2% വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കെൻ്റെ എനർജി ബിൽസ് 5 ഇരട്ടിയായത് അസൈലം സീക്കർ വന്നതുകൊണ്ടല്ല, എനിക്കെൻ്റെ പെൻഷൻ കൃത്യമായിട്ട് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ പെൻഷൻ ഈ പറയുന്ന എൻ്റെ പെൻഷനും കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇൻഫ്ലേഷൻ റേറ്റ് അനുസരിച്ച് ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എൻ്റെ വരുമാനം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും കൂടെ അസൈലം സീക്കേഴ്സിൻ്റെ പേരിലേക്ക് ഇടാൻ കഴിയില്ല. അസൈലം സീക്കേഴ്സ് വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നിലവിലിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ നേരിടുന്ന ഒരു തദ്ദേശീയരായ ഒരാൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കെയും കാരണം ഈ അസൈലം സീക്കറാണെന്ന് പറയുന്നതാണ്. കുറച്ച് കാലത്തേക്കും കൂടിയെങ്കിലും ഈ ഒരു ഹോസ്റ്റിലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹേറ്റഡിൻ്റെ രാഷ്ട്രീയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. UK-ലും വിശേഷിച്ച് യൂറോപ്പിലെ മൊത്തം ഈ വിസ നിയമങ്ങൾ എത്രത്തോളം കർക്കശമാണ്. അത് കാരണം നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് അവിടുത്തെ സർക്കാരിൻ്റെ സഹായങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫെസിലിറ്റീസോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടോ? വിസ നിയമങ്ങൾ കർക്കശമല്ല. ഇതൊരു നിയമമാണല്ലോ, ഇത് നമ്മളത് പാലിക്കുക. കാർക്കശ്യം എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ അവിടെ നിന്ന് ഈ പറയുന്ന ഇജക്റ്റ് ചെയ്യാനോ എവിക്റ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്ന ഒരു നിയമമായിരിക്കണം. അതങ്ങനെയല്ല. നമ്മളെ എന്തിനാണോ ആവശ്യം, അപ്പോൾ ഇവർ നാരോ ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നമ്മളിപ്പോൾ ഞാൻ ഇതിനെ കാണുന്നത് ഈ ശബരിമലയിലും മറ്റും പോകുമ്പോൾ നമുക്ക് വടം കെട്ടി നിർത്തില്ലേ ആളുകൾ. ഈ ദർശന സമയമാകുമ്പോഴത്തേക്കും വടം കയറ്റി വിടുന്നു, കുറച്ച് പേരെ കയറ്റി വിടുന്നു, പിന്നീട് വീണ്ടും വടം കെട്ടുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവരിതിനെ കാണുന്നത്. ഇതൊരു ഇക്കണോമിക്സ് ആണ്. ഇപ്പോൾ പോസ്റ്റ് കോവിഡ് ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞാൽ വീണ്ടും ഞാൻ കേരളത്തിലേക്ക് എത്തുകയാണ്. കോവിഡ്, ബ്രെക്സിറ്റ് ഇത് രണ്ടും ഒരുമിച്ച് വന്നു. ഈ ജോലികൾ ചെയ്തിരുന്ന റൊമേനിയ, ബൾഗേറിയ, പോളണ്ട് ഇവരെല്ലാം ഒറ്റയടിക്ക് തിരിച്ചുപോയി. കോവിഡ് കാരണം ഇവരിൽ വലിയ ശതമാനം തിരിച്ചു വന്നുമില്ല. അപ്പോൾ എന്ത് പറ്റുന്നത് വെച്ചാൽ ആശുപത്രികൾ റൺ ചെയ്യാനോ കെയർ ഹോംസ് റൺ ചെയ്യാനോ ആളില്ലാതെ വന്നു. അപ്പോൾ നമ്മുടെ ആളുകൾ എടുത്തു, നന്നായി എടുത്തു. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ അത് സാച്ചുറേറ്റഡ് ആയി. ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇത് സാച്ചുറേറ്റഡ് ആയി വെക്കും. വീണ്ടും ഒരു 3 വർഷം കഴിയും. ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനവിടെ ആയിട്ട് 20 വർഷമായി. 20 വർഷത്തിനുള്ളിൽ ഞാൻ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് സ്റ്റേ ബാക്ക് എടുത്ത് മാറ്റുന്നു, സ്റ്റേ ബാക്ക് കൊണ്ടുവരുന്നു, സ്റ്റേ ബാക്ക് എടുത്ത് മാറ്റുന്നു, സ്റ്റേ ബാക്ക് കൊണ്ടുവരുന്നു. എന്തിനാണിത്? ഇത് ഒന്ന് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്ന ആളുകൾ ഒരു വർക്ക് ഫോഴ്സ് ആണെന്നും കൂടെ തിരിച്ചറിയുന്നുണ്ട്. ഈ സ്റ്റുഡൻറ്റ് വിസക്കാരന് ഈ പറയുന്ന 24 മന്ത്സ് അതിൻ്റെ കൂടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് തരുന്നത് അയാൾ ഇതിനകത്തുനിന്ന് ഫണ്ട് ഉണ്ടാക്കി തിരിച്ച് നാട്ടിലെ ലോൺ അടച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ല. അയാളുടെ 24 മാസം കൂടെ ഒരു വർക്ക് ഫോഴ്സിനെ എനിക്ക് കിട്ടുകയാണ്. ആ വർക്ക് ഫോഴ്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്റ്റേറ്റിലേക്ക് ഫണ്ട് വരികയാണ്. 24 മാസം കഴിയുമ്പം ഈ പറയുന്ന വീണ്ടും വേറൊരാൾ വരികയാണ്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ. 2,
ഇതൊരു കാലാകാലങ്ങളിലെ അവിടുത്തെ ഇക്കണോമിക് നെസസിറ്റി അനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്യുന്ന നിയമങ്ങളാണെന്നാണ് എൻ്റെ ധാരണ. അങ്ങനെയാണ് എൻ്റെ റീഡിങ് അതിനെക്കുറിച്ച്. സ്ഥിരതാമസം ILR ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിലിപ്പം ലാസ്റ്റ് സ്റ്റേജിൽ മിസ്റ്റേക്ക് പറ്റി കിട്ടാതെ പോകുന്ന, തള്ളിക്കളയുന്ന അങ്ങനത്തെ കേസുകളൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ട്. അതിലേറ്റവും സങ്കടകരമായ അവസ്ഥകളൊന്നും അത് തന്നെയാണ്. ഈ പറയുന്ന നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുകയും ഈ പറയുന്ന ILR ആകുമ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞ 2 രീതിയിലാണ്. ILRന് ഇപ്പോൾ ഒരാൾ ജോലിക്ക് വരുന്ന ആളെ കുറിച്ചാണ് അവൻ്റെ ചോദ്യം കയറുന്നത്. കാരണം ബാക്കിയൊക്കെ ഈ പറയുന്ന അത്ര കോമൺ അല്ല. ഇപ്പം ഞാൻ ജോലിക്ക് വരുന്നു, ഞാൻ 5 വർഷം അവിടെ പൂർത്തിയാക്കണം. 5 വർഷം പൂർത്തിയാക്കുകയും എനിക്ക് ലൈഫിൻ്റെ UK എന്നൊരു ടെസ്റ്റ് എഴുതുകയും പിന്നീട് എൻ്റെ എംപ്ലോയറുടെ സൈഡിൽ നിന്ന് ഇയാളെ ഇനിയും ഇവിടെ ജോലിക്ക് ആവശ്യമുണ്ടെന്ന് ലെറ്ററും വേണം. ഇയാൾ ഇന്ന ജോലിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇയാൾക്ക് ഇത്രയാണ് സാലറി. നമ്മൾ സാധാരണഗതിക്ക് ഒരു സ്റ്റാൻഡേർഡ് എംപ്ലോയ്മെൻറ്റ് ലെറ്ററും അതിൻ്റെ പുറത്ത് ഈ പറയുന്ന അയാളുടെ സർവീസ് എനിക്ക് ഈ പറയുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വേണമെന്നുള്ള ഒരു ലെറ്ററിൻ്റെ പുറത്താണ് ഈ പറയുന്ന ILR കിട്ടുന്നത്. ഈ ILR നഷ്ടപ്പെടാനായിട്ട് 2 സാധ്യതയാണ്. ഒന്ന്, ഇവിടെ നിന്ന് പോകുന്നൊരു വലിയ ശതമാനം ആളുകൾക്ക് പ്രൊഫഷണൽ ബോഡിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നേഴ്സ് എഴുതിക്കോളൂ, അല്ലെങ്കിൽ നേഴ്സാവാം, കെയറാവാം, ഡെൻറ്റിസ്റ്റ് ആവാം. ഇവരൊക്കെ ഈ വിഭാഗം ആളുകൾക്ക് പ്രൊഫഷണൽ ബോഡി രജിസ്ട്രേഷൻ കൂടിയുണ്ട്. അത് പോകാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ഞാനിപ്പോൾ 4 വർഷം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാനൊരു നേഴ്സ് നിലയ്ക്ക് ഞാനൊരു അബദ്ധം കാണിക്കുന്നത്. എൻ്റെ ജോലി പോയാൽ എനിക്ക് മറ്റൊരിടത്ത് കിട്ടും. പക്ഷേ എൻ്റെ ജോലി പോകുന്നതിനൊപ്പം ഈ പറയുന്ന ഇത് സേഫ് ഗാർഡിങ്ങിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും സേഫ് ഗാർഡിങ്ങിൽ നിന്ന് ഈ പറയുന്ന ഒരു കേസ് ടു ആൻസർ ചോദ്യം ഉണ്ടാവുകയും ചെയ്യും. അവിടെ നിന്നൊരു റിപ്പോർട്ട് ഈ പറയുന്ന നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലിലേക്ക് പോകും. അങ്ങനെ വന്ന് എൻ്റെ രജിസ്ട്രേഷൻ പോയാൽ പിന്നെ എനിക്ക് വേറെ കിട്ടാതെ വരും. ഇതൊക്കെ PR ശേഷമാണെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ജോലി പോയി എന്നുള്ളതേ ഉള്ളൂ, എനിക്ക് വേറെ ജോലി എടുക്കാമെന്ന് വെക്കാം. പക്ഷേ PR വരെ ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയാം, നിങ്ങൾ PR വരെ നിങ്ങളിത് എങ്ങനെയും കൊണ്ടുപോകുക. ഉദാഹരണം, ഡ്രിങ്ക് ഡ്രൈവിംഗ് എടുക്കാം, ചെറിയ കാര്യം വേണമെങ്കിൽ പറ്റാവുന്നതാണ്. നമ്മൾ ഈ പറയുന്ന 5ാമത്തെ വർഷം എനിക്ക് നാളെ PR പോവുകയാണെന്ന് കരുതിക്കോ, അതിനൊരു ഒരാഴ്ച മുന്നേ ഡ്രിങ്ക് ഡ്രൈവിംഗ് പിടിച്ചാൽ അത് വീണ്ടും 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ PR വരെ എത്തിയിട്ട് പോകൽ അത്ര കോമൺ അല്ല, എന്നാലും അതുണ്ടാകുന്ന വളരെ സങ്കടകരമായ അവസ്ഥയാണത്. ഇവിടെ നിന്നുള്ള കുട്ടികൾ സാധാരണഗതിക്ക് UK പോകാറുണ്ട്, അതുപോലെ കാനഡ, ജർമ്മനി, അങ്ങനെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പം കാനഡയിലെയും ജർമ്മനിയിലെയൊക്കെ നിയമങ്ങൾ, വിസ നിയമങ്ങൾ UK വിസ നിയമങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതൽ ടഫാണോ അതോ കൂടുതൽ എളുപ്പമാണോ? എനിക്ക് തോന്നുന്നത് കാനഡയിലും മറ്റും പോകുന്നവർക്ക് മൈഗ്രേഷൻ എന്ന് പറയുന്നത് താരതമ്യേന പോസിബിളാണ്. UK സംബന്ധിച്ച് UK ആദ്യം മുതൽ പറയുന്ന ഒന്നുണ്ട്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിക്കാനാണ് വരുന്നത്, നിങ്ങൾ പഠനം കഴിയുമ്പോൾ തിരിച്ചു പോവുക എന്നവർ പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിൽക്കുന്ന സാധ്യതകൾ ഉപയോഗിച്ച് ഈ പറയുന്ന നമ്മൾ വർക്ക് പെർമിറ്റിലേക്കും ആ വർക്ക് പെർമിറ്റാണ് നിങ്ങളെ ILRലേക്ക് എത്തിക്കുകയും മറ്റും ചെയ്യുന്നത്. കാനഡയെ സംബന്ധിച്ച് കാനഡ തുടക്കത്തിൽ തന്നെ കാനഡയിലേക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ അയാൾക്ക് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് താരതമ്യേന ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കടമൊക്കെ എടുത്ത് വന്ന ആൾക്കാർ പലപ്പോഴും വരുന്ന നിയമവിരുദ്ധമായിട്ടുള്ള രീതികളിലായിരിക്കും അവിടെ ഒന്നിട്ട് പെടാറുണ്ട്. എന്നിട്ട് നിങ്ങളുടെ മുന്നിലൊരു ഇഷ്യൂ ഒക്കെ ആയിട്ട് വരാറുണ്ട്. ഇവരെ കാണുമ്പോൾ ഇവരോടുള്ള സമീപനം എന്താണ്? ഇവരൊരു കഷ്ടപ്പാടാണോ നമ്മൾ ആലോചിക്കുന്നത്, അതോ ഇതൊരു ടു ബി ഫ്രാങ്ക് അത് നമ്മുടെ മൂഡ് പോലെ തന്നെ ആയിട്ടിരിക്കുക. പലപ്പോഴും ഇത് നമുക്ക് മനുഷ്യൻ പരാതിപ്പെടില്ല. ഞാനത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷനാണ്. പലപ്പോഴും ചോദിക്കും, നിങ്ങൾ പരാതി പറഞ്ഞോ? എൻ്റെ എംപ്ലോയർ 6 മാസമായിട്ട് ശമ്പളം തരുന്നില്ല, മോള് ചോദിച്ചോ? ഇല്ല സാറേ, ചോദിച്ചില്ല. ഒരു ഇമെയിൽ അയച്ചു. അപ്പം ഞാൻ വീണ്ടും ഒരു കാര്യം ഇമെയിൽ അയക്കും, എന്നിട്ട് ഒരു 7 ദിവസം സമയം കൊടുക്കും, റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്നെ വിളിക്കും. വീണ്ടും 7 ദിവസം മുമ്പ് കുട്ടി എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കും, മോളെ മെയിൽ അയച്ചാൽ? ഇല്ല സാറേ, മെയിൽ അയച്ചില്ല. ഇതൊരു പ്രശ്നം തന്നെയാണ്. എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കാത്തടത്തോളം കാലം മറ്റൊരാൾക്കും അതിനകത്ത് സഹായിക്കാനായിട്ടില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ചോദിക്കാൻ പറ്റുന്നത്? അവരുടെ ഫിയർ ഫാക്ടർ കൊണ്ട് തന്നെയാണത്. 2 ഓൾറെഡി ഇല്ലീഗലായിട്ടാണ് ഈ പറഞ്ഞ അവിടെ എത്തിപ്പെട്ടതെന്നോ ഒക്കെ മറ്റേ ആൾക്ക് അറിയുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന എന്നോട് കൂലി ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നോട് ശമ്പളം ചോദിച്ചാൽ നീ ഇവിടെ ഇല്ലീഗലായിട്ടാണ് വന്നതെന്നുള്ളത് ഞാൻ റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ട് ഇത്തരം ആളുകളോട് സംഘടനാപരമായിട്ട് ഇപ്പോൾ അവിടുത്തെ സംഘടനകളൊക്കെ സിമ്പത്തറ്റിക്കായിട്ട് ഇടപെടാറുണ്ട്. പക്ഷെ സിമ്പതിക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും നമുക്ക് അവരാൽ ഫൈറ്റ് ചെയ്തെടുക്കാതെ നമുക്ക് കഴിവതും ചെയ്യാനുണ്ടാവില്ല. ഇവിടുന്ന് തന്നെ പണം വാങ്ങിക്കൊണ്ടുപോയ ഏജൻസിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ഒരു കാര്യം, നിങ്ങൾ പോലീസിൽ പരാതി പറയുന്ന പോലെ പരാതി പറയില്ല. പരാതി പറയാത്തത്രയും കാലം മറ്റൊരാൾക്കും അവർക്ക് വേണ്ടി സംസാരിക്കാനും കഴിയില്ല. വിദേശത്തേക്ക് പോയി അവിടെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന ആളുകളെ അപ്പോൾ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രിക്കോഷണറി ആയിട്ട് ഇവിടുന്ന് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ലോകത്തിൽ എവിടെയും ഒരാൾ പോയാൽ അയാൾ ക്രൈം ചെയ്യുകയും ചെയ്യാതിരിക്കുകയും അയാളുടെ വ്യക്തിപരമായ ചോയ്സാണ്.
ഇപ്പോൾ നാളെ ഈ പറയുന്ന ഫ്രാൻസിൽ നിന്നൊരു സായിപ്പ് യു കെയിൽ വന്ന ഒരാളെ, സോറി ഇന്ത്യയിൽ വന്ന ഒരാളുടെ മാല പൊട്ടിക്കുന്നതും ഇന്ത്യയിൽ നിന്നൊരാൾ ഈ പറഞ്ഞ ലണ്ടനിൽ പോയി ഒരാളെ മാല പൊട്ടിക്കുന്നതും ഒരേപോലെയാണ്. അത് വ്യക്തിപരമായ ചോയ്സാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എന്ന് പറയുന്നത് ഞാനത് ഡൊമസ്റ്റിക് വയലൻസാണ്. അതിപ്പോൾ എൻ്റെ ഒബ്സർവേഷൻ അതിനകത്താണ്. അവിടെയാണ് നമുക്ക് മണ്ടത്തരം പറ്റുന്നത്. ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന ക്രൈം ആക്ടിവിറ്റി നമുക്ക് ഒരേപോലെയാണ്. ഡൊമസ്റ്റിക് വയലൻസ് നോർമലാണെന്ന് കരുതുന്നുണ്ട്. നമുക്കിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഏറ്റവും അധികം കേസുകൾ വരുന്നത് ഡൊമസ്റ്റിക് വയലൻസാണ്. കാരണം എനിക്ക് എൻ്റെ ഭാര്യയെ തല്ലാമെന്ന് പലരും പറയുന്നുണ്ട്, അത് പിടിക്കുമ്പോഴും പറയുന്നുണ്ട്. ഇപ്പം ഈ പറയുന്ന അവിടെ അടി കൊണ്ടൊരു സമയം കഴിഞ്ഞാൽ അവർക്ക് 999 വിളിക്കാം, അകത്ത് അടിക്കാൻ 999 വിളിക്കാം. ഇപ്പോൾ അകത്തടിന്ന് വേണ്ട, ഇപ്പോൾ ഇക്കണോമിക്കലി കൺട്രോൾ ചെയ്യുകയോ അല്ലാതെ കൺട്രോൾ ചെയ്താലൊക്കെ ഇമോഷണലി കൺട്രോൾ ചെയ്താലൊക്കെ 999 വിളിക്കാം. 999 എന്ന് പറഞ്ഞൊരു എമർജൻസി ഫോൺ നമ്പറാണ്. അതിൽ വിളിക്കുമ്പോൾ അവർ ചോദിക്കും പോലീസ് വേണോ ആംബുലൻസ് വേണോ എന്ന് ചോദിക്കും. അങ്ങനെ വരുന്ന പോലീസുകാരനോട് ഞാൻ എൻ്റെ ഭാര്യയെ തല്ലിയാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അടുത്ത കാലത്ത് കേട്ടത് ഈ അച്ഛനും ഈ പറയുന്ന ഭയങ്കര ഡ്രങ്കാണ്, വീട്ടിൽ പ്രശ്നമുണ്ട്, ആൽക്കഹോളിക്കാണെന്ന് പറഞ്ഞ് മകൾ റിപ്പോർട്ട് ചെയ്ത് അന്വേഷിക്കാൻ വന്ന സോഷ്യൽ വർക്കറുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഞാനത് അന്വേഷിക്കാൻ വന്നപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് 3/4 ഓഫ് എ ബോട്ടിൽ ഓഫ് സ്മിർനോഫ് അടിച്ചെന്നാണ് പറഞ്ഞത്. ആഹാ, ഞാൻ കള്ളുടിക്കുന്ന അന്വേഷിക്കാൻ വന്നാണ്, ഞാൻ കാണിച്ചു തരാം ഞാൻ അടിക്കുന്നുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചില ശീലങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് കേസിൽ പെടുന്നവർ അങ്ങനെ പെടുന്നതാണ്. ബാക്കി എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ഇത് ഒരേപോലെയാണല്ലോ. മന്ത്രി രാജീവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്ത് പുറത്തു വന്നിരുന്നു. കേരളത്തിലെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 40,000-40,000 പിള്ളേർ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്, റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് എന്ന്. അപ്പം അങ്ങനൊരു ഫിനോമിനൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റിവേഴ്സ് മൈഗ്രേഷൻ? ഇതൊരു ഇക്കണോമിക്സ് സാധനമല്ല ബാബു. ഞാനതിനെ, ബാബുവിൻ്റെ ചോദ്യത്തിനകത്ത് മുഴുവൻ ഇക്കണോമിക്സ് ആണ്, ഞാനതിനെ താരതമ്യേന സോഷ്യലായിട്ടാണ് കാണുന്നത്. എനിക്ക് വയസ്സ് 45, പക്ഷേ എനിക്ക് ഈ പറയുന്ന ഒരു 18-നും ഈ പറയുന്ന ഒരു 35-നും ഇടയിലുള്ള ഒരുപാട് കുട്ടികൾ സ്ഥിരമായി കാണുകയും അവരുടെ ഒരു സ്വാതന്ത്ര്യവാഞ്ചയുണ്ടല്ലോ, അതിനോട് കോപ്പി ചെയ്യാൻ നമ്മുടെ ഒരു സൊസൈറ്റിക്ക് പറ്റാത്തത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. താരതമ്യേന ബെറ്റർ ഓഫ് ആയിട്ടുള്ള ജീവിതം, രാജുവേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ ഈ പറയുന്ന AC റൂമിനകത്തിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ പോലും കെയർ ജോലി എടുത്ത് UK നിൽക്കുന്നതിൻ്റെ കാര്യം അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും വ്യക്തി സ്വാതന്ത്ര്യവും ഒരാളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കലും, ഇങ്ങനെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ മൈഗ്രേഷനെ പലപ്പോഴും നമ്മൾ ഇക്കണോമിക്സ് കൊണ്ട് മാത്രം, അത് ഒരുപക്ഷെ നമ്മുടെ ഒരു ഗൾഫിൻ്റെ ഹാങ് ഓവർ കൊണ്ട് പറയുന്നതാണ്, നമ്മളതിനെ ഇക്കണോമിക്സ് കൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല, അതിനെ സോഷ്യലായിട്ട് തന്നെ കാണേണ്ടി വരും. ഒരു സൊസൈറ്റിയുടെ പ്രശ്നം നമുക്കുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യാത്തിടത്തോളം കാലം ആരെത്ര ഈ പറയുന്ന കൺഡ്യൂസീവായിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്താലും ആളുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ റേഷ്യൽ മിസ്ട്രീറ്റ്മെന്റ് എല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റർ വെച്ചിട്ട് ഏത് രാജ്യമാണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ? റേഷ്യലൊരു അതുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ വ്യക്തിപരമായി പെരുമാറ്റത്തിൽ ഞാനത് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അയൽക്കാരോടൊക്കെ ഞാനൊരു ശത്രുത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വെക്കേണ്ടി വരും. ഇപ്പം അവനറിയാം, ഞാനൊരു ഈ പറയുന്ന ഒരു ആനിമൽ ലവറാണ്. എൻ്റെ ഒരു പൂച്ച മരിച്ചിട്ട് ലൈല, നമ്മൾ അപ്സെറ്റാണ്. അപ്പുറത്തെ വീട്ടിലെ സാൻഡ്രയും റോജറും ഒരു വളരെ ഈ പറയുന്ന ഗ്രാൻഡ് ഓൾഡായിട്ടുള്ള കപ്പിളാണ്. അവർക്ക് നമ്മൾ അപ്സെറ്റാണെന്ന് അറിയാം. അവർ വീട്ടിലേക്ക് വരുന്നു, അവർ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു. ഒരു ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവർ രാത്രി മുഴുവൻ കരച്ചിലാണ്. കാരണം എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഈ പറയുന്നത് ഞാൻ ഇവിടുന്ന് മാറുകയാണ്, റോഡ് സൈഡിൽ വീടിന് പറ്റില്ല, പൂച്ചയ്ക്ക് വണ്ടി ഇടിക്കുന്നൊക്കെ പറയുമ്പോൾ അവരെന്തുകൊണ്ട് ഇവിടുന്ന് മാറേണ്ട, ഒപ്പം താമസിക്കണമെന്ന് പറയാനായിട്ട് അവർ രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. വെള്ളക്കാരെ ഞാൻ റേസിസ്റ്റ് എന്ന് വിളിച്ചാൽ ഞാൻ സാൻഡ്രയെ തള്ളി പറയേണ്ടി വരും. തൊട്ടപ്പുറത്തെ വീട്ടിലെ ജോണിനെയും കാത്തിയും തള്ളി പറയേണ്ടി വരും. ഇപ്പം തന്നെ ഇപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് താമസിച്ച് പോയാൽ ഒന്ന് പട്ടിക്ക് വെള്ളം കൊടുത്തേക്കണേ, പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ബ്രയനോട് പറഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെ നമ്മളൊരു ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുന്നിടത്ത് രണ്ട് തരം ആളുകളുണ്ട്. അപ്പം നമുക്ക് പൊതുവേ നമ്മുടെ ഒരു സങ്കല്പം വെച്ചാൽ ഈ അപ്പാർത്തൈഡും ഒക്കെ നമ്മുടെ ഒരു ഹാങ് ഓവർ കിടക്കുന്നത് കൊണ്ട് വെള്ളക്കാർക്ക് റേസിസം ഉണ്ടാകും എന്ന് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെയല്ല. റേസിസം ഉള്ള വെള്ളക്കാരുണ്ട്, വെള്ളക്കാരിലെ റേസിസത്തെ പ്രകോപിപ്പിക്കുന്ന ഈ പറയുന്ന ബ്രൗൺ തൊലിയുള്ളവരുമുണ്ട്. ഇതിനകത്ത് ഇത് വ്യക്തികളുടെ മാത്രം പ്രശ്നമായിട്ടാണ്. അതിന് ഏതെങ്കിലും ഒരു റേസ് മറ്റൊരു റേസിൻ്റെ മേളിൽ റേസിസം പ്രയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വ്യക്തികൾക്കുണ്ടാവാം. ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു പുതിയ തലമുറ നിൽപ്പുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പുറത്തേക്ക് പോകണമെന്ന് തന്നെ പറയും. 2 കാരണം കൊണ്ട്. ഒന്ന്, നിങ്ങൾ ഏതായാലും ഇപ്പം ഒരു 10-18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ചു, ഇനി ഒരു നാടും കൂടെ കാണാൻ കഴിയുക. 2, കഴിവതും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. പലപ്പോഴും നമ്മൾ ഗെറ്റോവൈസ് ചെയ്യും. ഞാൻ ചെല്ലുന്നു, ഇപ്പോൾ എന്നോട് ഈ പറയുന്നൊരു തിരുവനന്തപുരക്കാരനായ സുഹൃത്താണ് കുറച്ച് നേരം മുമ്പ് പറയുന്നത്, സന്ദീപ് എൻ്റെ ക്ലാസ് അടിപൊളി ക്ലാസ്സാണ്, ഞങ്ങൾ 40 മലയാളി പിള്ളേർ ഒറ്റ സെറ്റാന്ന് പറഞ്ഞു. 40 മലയാളി പിള്ളേർ ഒറ്റ സെറ്റാണെങ്കിൽ നീ തിരുവനന്തപുരത്ത് പഠിച്ചാൽ പോരെ, ഈ പറഞ്ഞ ലണ്ടനിൽ വന്നിട്ട് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഗെറ്റോവൈസ് ചെയ്യാതെ
ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും പുതിയ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ യാത്ര ചെയ്യാനും പറയും. നിങ്ങൾ ലണ്ടനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലോൺ എന്താണ് നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞ കണക്കവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പറ്റിയാൽ ആഴ്ചയിൽ ഒരിക്കൽ ആംസ്റ്റർഡാമിലേക്കും ഒന്ന് പാരീസിലേക്കും ഒന്ന് ബൾഗേറിയയിലേക്കും സോഫിയയിലേക്കും എഡിൻബറയിലേക്കും ഒക്കെ യാത്ര ചെയ്യുകയും എക്സ്പോഷർ ഉണ്ടാക്കാനും പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് അത് അങ്ങനെ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നത് മാത്രമല്ല, ആളുകൾ യു കെയിലേക്ക് വരിക തന്നെ വേണം. നിങ്ങൾ ഈ പറയുന്ന അമിത മോഹം കൊണ്ട് വരാതിരിക്കുക, അമിത പ്രതീക്ഷ കൊണ്ട് വരാതിരിക്കുക. നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും, നിങ്ങൾക്കൊരു അത്യാവശ്യം ചെറിയ സേവിങ്സും ഉണ്ടാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനും പറ്റും, നിങ്ങൾക്ക് യാത്ര ചെയ്യാനും കഴിയും. യു കെയിൽ പൊളിറ്റിക്സിൻ്റെ മേലാണ് ഇക്കണോമിക്സ് നിൽക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിനകത്ത് ഹോസ്റ്റലിട്ടുന്നതാണ്. ആളുകൾ വരുന്നു, പിന്നെ ഹൗസിങ് പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ നഗരത്തിലെ ഡെമോഗ്രഫി മാറുന്നത്. ഇപ്പോൾ പെരുമ്പാവൂർ പോലെ എടുക്കാതെ, പെരുമ്പാവൂർ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ പായിപ്പാട് പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞാൽ ഡെമോഗ്രഫി മാറുമ്പോൾ ഉണ്ടാകുന്നൊരു ചെറിയ ഹോസ്റ്റലിറ്റി ഉണ്ടാവും. ആ ഹോസ്റ്റലിറ്റി നിലനിൽക്കുമ്പോൾ പോലും മൈഗ്രൻ്റ് വരാതെ അവിടുത്തെ തൊഴിലിടങ്ങൾ ഓടില്ല. ഇപ്പോൾ ബാബുവിന് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണോ, ഒരു സൂപ്പർ മാർക്കറ്റ് വേണോ, ഒരു കെയർ ഹോം വേണോ, ഡെഫിനറ്റായിട്ടും മൈഗ്രൻ്റ് വർക്കർ ഉണ്ടായേ കഴിയൂ. അത് തിരിച്ചറിയാൻ ഈ നിലവിൽ ഈ പ്രശ്നമുണ്ടാക്കുന്ന റൈറ്റ് വിങ്ങിന് അല്ലെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ തദ്ദേശീയ ആൾക്കൊരു സമയമെടുക്കും. നിലവിൽ അവർ കാണുന്നത് അവരുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം മൈഗ്രൻ്റ് ആണെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ഹോസ്റ്റലിറ്റി കലങ്ങി തെളിഞ്ഞാൽ വീണ്ടും ആളുകൾക്ക് അവസരം ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം അങ്ങനെ ഒരു അവസരം ഉണ്ടാവാതെ രാജ്യം മുമ്പോട്ട് പോകില്ല. നമുക്ക് തേങ്ങ ഇടാൻ ആളില്ലാതെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്ക് കടയിൽ നിൽക്കാൻ ആൾ വേണം, തേങ്ങ ഇടാൻ ആൾ വേണം, നമുക്ക് പണിക്ക് ആൾ വേണം. ഇവിടെ കാര്യമായിട്ടുള്ള വിലയില്ലാത്ത, എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള ജോലി. ഇപ്പോൾ നമ്മൾ പറയുന്നതായിട്ടുണ്ട് മരം വെട്ടുന്ന ആളെ ട്രീ സർജൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയാം. നമ്മൾ പ്ലംബർ എന്നാ പറയും ഈ പറയുന്ന, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഒക്കെ റെഗുലേറ്റഡ് ജോലികളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്ലംബർക്ക് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യന് ഇവിടുത്തെ ഈ കൊള്ളാവുന്ന ഒരു ആശുപത്രിയിലെ സർജന് കിട്ടുന്ന, ഒരു കാർഡിയാക് സർജന് കിട്ടുന്ന ശമ്പളം ഉണ്ടാവും. കാരണം അതൊരു സ്കിൽഡ് ജോലിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സ്കില്ലുകൾ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്രിക്ക് ലെയർ, നമ്മുടെ മേസ്ത്രി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. അത് വളരെ സ്കില്ല് വേണ്ട ഒരു ജോലിയാണ്. അപ്പം ഈ നമ്മൾ സാധാരണഗതിക്ക് നമ്മുടെ ITI കേരളത്തിലെ ശരാശരി, ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ITI ചെങ്ങന്നൂർ ITI ആണ്. ചെങ്ങന്നൂർ ITIയിൽ പഠിച്ച ഒരാൾക്ക് ഒരുപക്ഷെ IIM അഹമ്മദാബാദിനേക്കാളും ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. കാരണം എൻ്റെ സ്കില്ല് ആർക്ക് ആവശ്യമുണ്ടോ അതിനകത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പോലെയാണ് അതിരിക്കുന്നത്.